ശരിക്കും നമ്മളെല്ലാവരും ഒരു ന്യൂ ഇയർ കഴിയുമ്പോൾ അടുത്ത ന്യൂ ഇയറിനായിട്ട് വേണ്ടി കാത്തിരിക്കാറുണ്ട് അല്ലേ? അതുപോലെ തന്നെയാണ് തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പൂരം കഴിയുമ്പോൾ അടുത്ത തൃശ്ശൂർ പൂരത്തിനായിട്ട് അവരിങ്ങനെ കാത്തിരിക്കും. അതാണ് ഒരു വർഷത്തെ തൃശ്ശൂർക്കാരുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും വേറിട്ടൊരു ദൃശ്യ അനുഭവം തന്നെയാണ് നമ്മുടെ കണ്ണിനും കാതിനും ഒക്കെ തൃശ്ശൂർ പൂരം സമ്മാനിക്കുന്നത്. സോ ഇത്തവണത്തെ തൃശ്ശൂർ പൂര വിശേഷങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അതുമാത്രമല്ല, തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ തവണ തൃശ്ശൂർ പൂരം കഴിയുമ്പോഴും ശരിക്കും ഒരു പുതുപുത്തൻ അനുഭവമാണ് നമുക്ക് തൃശ്ശൂർ പൂരം സമ്മാനിക്കാറുള്ളത്. ഏതായാലും ഘടകപൂരങ്ങൾ ഇതാ ഓരോന്നായിട്ട് ആരംഭിക്കാൻ പോവാണ്. ഏതായാലും പൂര കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ദിനം തൃശ്ശൂർ പൂരം. ഇതിന് മുന്നോടിയായിട്ട് ഇരു വിഭാഗങ്ങളും, അതായത് തിരുവമ്പാടിയും അതുപോലെ തന്നെ പാർമേക്കാവും കുറച്ച് ചമയ പ്രദർശനങ്ങൾ നമുക്കായിട്ട് ഒരുക്കുന്നുണ്ട്. അതിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ കോലങ്ങൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നെറ്റിപ്പട്ട ഉണ്ടായിരിക്കും, അതുപോലെ വെഞ്ചാമര ഉണ്ടായിരിക്കും. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് കുടകളാണ്. വർണ്ണ വിസ്മയങ്ങളേറിയ ഒരുപാട് കുടകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ആൻഡ് ഇത്തവണ നമ്മളിതിൻ്റെ കമ്മിറ്റി മെമ്പറായിട്ട് സംസാരിച്ചപ്പോൾ വെൽവെറ്റ് കുടകളുണ്ട്, അതുപോലെ തന്നെ കുറച്ച് പ്രിൻസ് ആയിട്ടുള്ള ആനയും നെറ്റിപ്പട്ടവും ഇതൊക്കെ ആയിട്ടുള്ള കുറേ വെൽവെറ്റ് കുടകളും അതുപോലെ തന്നെ കുറേ പ്രിന്റഡ് കുടകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ ഞാൻ പറയുന്നില്ല, കാണാൻ പോണ പൂരം ഞാൻ പറഞ്ഞറിയിക്കണ്ടല്ലോ അല്ലേ? നമുക്കൊന്ന് എത്തി നോക്കാം. യെസ്, ലെറ്റ്സ് മൂവ് ഓൺ. ഒരുപാട് പൂരവിശേഷങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടറിഞ്ഞു അല്ലെ? ശരിക്കും നമ്മുടെ കണ്ണിനും കാതിനും ഒക്കെ കുളിർമ തന്നെയായിരുന്നു. ആദ്യം കുറച്ച് കൺഫ്യൂഷനിലായിരുന്നു ഇത്തവണ പൂരം നടക്കുമോ നടക്കില്ല എന്നൊക്കെ, പക്ഷേ എല്ലാം ശുഭമായിട്ട് തന്നെ നടന്നു. അപ്പോൾ ഇതെല്ലാം ഈ പൂരവിശേഷങ്ങൾ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ശരിക്കും നമ്മുടെ തൃശ്ശൂർ ഗഡികളൊക്കെ ഒന്ന് ഒത്തുചേർന്ന് ആ പൂരത്തിൻ്റെ ആ ഒരു സ്പിരിറ്റോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു സെഗ്മെന്റ് വൈൻഡപ്പ് ചെയ്താലോ? ഇതെല്ലാം കുറച്ച് യോയോ ഗൈസ് ഇവിടെ നമ്മളോടൊപ്പം തന്നെയുണ്ട്. എനിക്ക് തോന്നുന്നു തൃശ്ശൂരിലൊരു ബാൻഡ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ചിട്ട് കുറച്ച് കിടിലൻ സോങ്സ് ഒക്കെ അവർ കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഇതിലും റെഡ് എഫ്എമ്മിലൂടെ ഒന്നത് ലോഞ്ച് ചെയ്യാൻ നമുക്ക് ആ ഗഡികളെടുത്ത് പറയാം അല്ലേ? ലെറ്റ്സ് മൂവ് ഓൺ. തേക്കിങ്കാടിന്നുണരുന്നു, പൂരപ്പെരുമകൾ ഉയരുന്നു, പൂരക്കൊടികൾ കയറുന്നു, പൂരാവേശം നിറയുന്നു. തേക്കിങ്കാടിന്നുണരുന്നു, പൂരപ്പെരുമകൾ ഉയരുന്നു, പൂരക്കൊടികൾ കയറുന്നു, പൂരാവേശം നിറയുന്നു. ഇമ്മട പൂരം 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 വാദ്യാഘോഷം പൂരം 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 തൃശ്ശൂർ പൂരം. താളത്തിൽ പെരുമഴ പെയ്യണ്, ഇലഞ്ഞിത്തറമേളം കൊട്ടണ്, പഞ്ചാരത്തേൻ മഴ ഒഴുകണ്, ചെറുപൂരം കൊട്ടിക്കേറണ്. താളത്തിൽ പെരുമഴ പെയ്യണ്, ഇലഞ്ഞിത്തറമേളം കൊട്ടണ്, പഞ്ചാരത്തേൻ മഴ ഒഴുകണ്, ചെറുപൂരം കൊട്ടിക്കേറണ്. തേക്കിൻകാടിന്റെ കോലം മാറണ്, കുടമാറ്റം മാറിത്തിരിയണ്, കമ്പത്തിൻ വർണ്ണ കാഴ്ചകൾ താളത്തിൽ കത്തിക്കേറണ്. കത്തി 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 കത്തിക്കേറണ്. താളത്തിൽ പെരുമഴ പെയ്യണ്, ഇലഞ്ഞിത്തറമേളം കൊട്ടണ്, പഞ്ചാരത്തേൻ മഴ ഒഴുകണ്, ചെറുപൂരം കൊട്ടിക്കേറണ്. താളത്തിൽ പെരുമഴ പെയ്യണ്, ഇലഞ്ഞിത്തറമേളം കൊട്ടണ്, പഞ്ചാരത്തേൻ മഴ ഒഴുകണ്, ചെറുപൂരം കൊട്ടിക്കേറണ്.